കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ നിധിയെയും സുധീഷിനെയും കൂട്ടിക്കൊണ്ട് രാജീവ് തന്റെ വീട്ടിലെത്തുകയാണ്. അവിടെ സിറ്റൗട്ടിൽ തന്നെ അവരെയും പ്രതീക്ഷിച്ചുകൊണ്ട് ഹേമയും സാന്ദ്രയും മുറ്റത്ത് അരുണും കാത്തു നിൽപ്പുണ്ടായിരുന്നു. നിധിയും സുധീഷും കാറിൽ നിന്നിറങ്ങുമ്പോഴേക്കും വാ മോളെ എന്ന് പറഞ്ഞ് രാജീവ് അവളെ കൂട്ടിക്കൊണ്ട് പോവുകയാ. സുധീഷ് അപ്പോഴേക്കും ബാഗ് എടുത്തുകൊണ്ട് അങ്ങോട്ട് വരുന്നുണ്ട്. രാജീവ് ഹേമയോടായി ഇത്രയും നാളുകൾക്ക് ശേഷം ഇവൾ വീട്ടിൽ വന്ന് കയറിയിട്ട് നീ എന്താ മോളെ അകത്തേക്ക് വിളിക്കാത്തെ എന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും ഹേമ ഒന്നും മിണ്ടാതെ അതേ നിൽപ്പ് തന്നെയാ. അരുൺ അങ്ങോട്ട് വന്ന് സുഖല്ലേ എന്ന് നിധിയോടായി ചോദിക്കുമ്പോഴേക്കും ആന്റി എന്ന് സന്തോഷത്തോടെ വിളിച്ചുകൊണ്ട് അരുണിന്റെ മകളും അവളുടെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ്. സന്തോഷത്തോടെ അവളെ ചേർത്ത് പിടിച്ച് മോളെ ആന്റിയുടെ ചക്കരക്കുട്ടിക്ക് സുഖാണോ എന്ന് ചോദിച്ച് അപ്പുറത്ത് ബാഗും പിടിച്ചു നിൽക്കുന്ന സുധീഷിനോടായി ചോക്ലേറ്റ് എന്ന് പറയുമ്പോഴേക്കും അവൻ ചോക്ലേറ്റ് കൊണ്ടുവന്ന് കൊടുക്കുകയാ. നിധി അതവൾക്ക് കൊടുക്കുമ്പോഴേക്കും സാന്ദ്രയും മുറ്റത്തേക്ക് ഇറങ്ങി വന്ന് അവളെ ചേർത്ത് പിടിച്ച് വല്ലാതെ ക്ഷീണിച്ചു എന്ന് പറയുമ്പോഴും ഹേമ അതേ നിൽപ്പ് തന്നെയാ. രാജീവ് ഹേമയോടായി ഹേമേ നീ എന്താ ഈ മിഴിച്ചു നിൽക്കുന്നേ? മോളും ചെറുക്കനും കല്യാണത്തിനു ശേഷം ആദ്യമായിട്ടല്ലേ വീട്ടിലേക്ക് വരുന്നത്? വിളക്ക് കൊളുത്തി ആരതി ഒഴിഞ്ഞ് അകത്തു കയറ്റണ്ടേ എന്ന് ചോദിക്കാൻ നിധിയും ഞാനൊരിക്കൽ വന്നതാണല്ലോ എന്ന് പറയുന്നുണ്ട്. ആ വന്നതിനെ കുറിച്ചൊന്നും ഇവിടെ ആരും ഓർക്കാൻ ഇഷ്ടപ്പെടുന്നില്ല മോളെ. അത് കഴിഞ്ഞു, ഇതാണ് ശരിക്കുള്ള വരവ്, സുധീഷുമായിട്ടുള്ള ആദ്യത്തെ വരവ്. അത് നമുക്ക് എന്നും ഓർമ്മിക്കാനുള്ള ഒന്നാവണമെന്ന് രാജീവ് പറയുന്നത് കേൾക്കെ രാജീവിൽ നിന്ന് കിട്ടിയ അടിയുടെ കാര്യമോർത്ത് സുധീഷ് തന്റെ കവിള് തടവുകയാ. ഞാൻ ആരതി എടുക്കാമെന്ന് പറഞ്ഞ് സാന്ദ്ര അകത്തേക്ക് കയറി പോകുമ്പോഴേക്കും അപ്പുറത്ത് മാറി നിൽക്കുന്ന സുധീഷിനെ നോക്കിക്കൊണ്ട് എന്താ അവിടെ നിൽക്കുന്നേ, ഇങ്ങോട്ട് വരുമെന്ന് നിധി വിളിക്കുകയാ. അതെ വാടോ, വന്ന് ചേർന്ന് നിൽക്കുന്ന പറഞ്ഞ് സുധീഷിനെ പിടിച്ച് നിധിയുടെ അരികിൽ ചേർത്ത് നിർത്തുകയാ രാജീവും. ഹേമ എപ്പോഴും ഒന്നും മിണ്ടാതെ ദേഷ്യത്തോടെ തന്നെ നോക്കി നിൽപ്പാ. സാന്ദ്ര ആരതിയുമായി എത്തി ഹേമയുടെ കയ്യിൽ കൊടുക്കുമ്പോഴേക്കും ഹേമ അതേ മുഖവുമായി മുറ്റത്തേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ ആരതി ഒഴിഞ്ഞ് ഭസ്മം തൊടുവിച്ച് വാ എന്ന് അകത്തേക്ക് വിളിക്കുകയാ. രാജീവും വാ മോളെ എന്ന് പറഞ്ഞ് നിധിയെ ചേർത്ത് പിടിച്ച് അരുണിനോടായി അരുൺ വണ്ടിയിൽ ബാഗ് ഉണ്ടാവും അതൊന്നെടുത്തിട്ട് വാ എന്ന് പറഞ്ഞ് അവളെയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് കയറി പോവുകയാ. സുധീഷ് എന്തു ചെയ്യണമെന്നറിയാതെ അവിടെ തന്നെ നിൽക്കുമ്പോഴേക്കും അരുൺ ബാഗുമായി അകത്തോട്ട് കയറി പോകുന്നുണ്ട്. ലിവിംഗ് റൂമിലെത്തിയ നിധി ഒന്നും മിണ്ടാതെ നിൽക്കുന്ന അമ്മയുടെ അരികിലേക്ക് ചെന്ന് അമ്മ എന്ന് വിളിക്കുമ്പോഴേക്കും ഹേമയും പൊട്ടിക്കരഞ്ഞുകൊണ്ട് സങ്കടത്തോടെ അവളെ ചേർത്ത് പിടിക്കുകയാ. അപ്പോഴേക്കും ബാഗുമായി അങ്ങോട്ടെത്തിയ അരുണും നിധി നിനക്ക് സുഖമല്ലേ മോളെ എന്ന് ചോദിക്കുക. അവൾ അതെ എന്ന് തലയാട്ടുമ്പോഴേക്കും അവൻ അവളെ ചേർത്ത് പിടിക്കുകയാ. അങ്ങോട്ടെത്തുന്ന സാന്ദ്രയും എനിക്കിപ്പോഴും ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല, അച്ഛൻ ഫോൺ വിളിച്ച് നിന്നെയും കൂട്ടി വരുവാണെന്ന് പറഞ്ഞപ്പോഴും എനിക്കത്ര വിശ്വാസം ഉണ്ടായിരുന്നില്ല, എങ്ങനെയാ അച്ഛൻ ഈ അത്ഭുതം സംഭവിച്ചത് എന്ന് സാന്ദ്ര സന്തോഷത്തോടു കൂടി രാജീവിനോട് ചോദിക്കുക. അപ്പോഴും ആരും അകത്തേക്ക് വിളിക്കാതെ മുറ്റത്ത് നിൽക്കുകയായിരുന്ന സുധീഷും തന്റെ ചെരുപ്പഴിച്ച് വലതുകാൽ വെച്ച് കയറാൻ തുടങ്ങുന്നുണ്ടെങ്കിലും പെട്ടെന്ന് എന്തോ ഓർത്തെടുത്ത് ഇടതുകാൽ വെച്ച് അകത്തേക്ക് കയറി പോവുകയാ. അവൻ ലിവിംഗ് റൂമിലെത്തുമ്പോഴേക്കും സാന്ദ്ര രാജീവിനോടായി ചോദിക്കുന്നുണ്ട് ഇവളെ കൂട്ടിക്കൊണ്ടു വരണമെന്ന് എങ്ങനെയാ തോന്നിയത്? അത് കേൾക്കെ രാജീവും എല്ലാത്തിനും കാരണം സുധീഷാ മോളെ എന്ന് പറയുന്നത് കേൾക്കെ സുധീഷും ഒരു ഞെട്ടലോടെ അദ്ദേഹത്തെ നോക്കുകയാ. സുധീഷും ഞാനും കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ ഇതൊന്നും നടക്കില്ലായിരുന്നു എന്ന് രാജീവ് പറയുമ്പോഴേക്കും യാത്ര കഴിഞ്ഞു വന്നതല്ലേ, ഒന്ന് ഫ്രഷ് ആയിട്ട് ഭക്ഷണം കഴിക്കാം ചെല്ലെന്ന് പറഞ്ഞ് നിധിയുടെ ബാഗ് എടുത്ത് സാന്ദ്രയുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോഴേക്കും വാ എന്ന് സാന്ദ്ര വിളിക്കുന്നുണ്ടെങ്കിലും നിധി സുധീഷ് വരുന്നില്ല എന്ന ഭാവത്തിൽ അവനെ തന്നെ നോക്കി നിൽപ്പാ. അത് മനസ്സിലാക്കിയ രാജീവും നീ ചെല്ലു മോളെ, സുധീഷിന്റെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറയുമ്പോഴേക്കും സാന്ദ്രയും ഹേമയും അവളെ അകത്തോട്ട് വിളിച്ചോണ്ട് പോവുകയാ. രാജീവും അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോഴേക്കും അരുൺ സുധീഷിന്റെ അടുത്തേക്ക് ചെന്ന് വേലക്കാരും ഡ്രൈവേഴ്സും ഉപയോഗിക്കുന്ന ബാത്റൂം പുറത്ത് അറിയാലോ എന്ന് ചോദിച്ച് അവിടുന്ന് അകത്തേക്ക് കയറി പോവുകയാ. ഷേ എന്ന് പറഞ്ഞ് ആകെ ടെൻഷനോടെ നിൽപ്പാ സുധീഷും. പിന്നീട് സുധീഷ് പുറത്തെ ബാത്റൂമിൽ പോയി ഫ്രഷ് ആയി വരുമ്പോഴേക്കും ഹേമയുടെ ഡൈനിങ് ടേബിളിൽ കഴിക്കാനുള്ള വിഭവങ്ങളെല്ലാം നിരത്തിവെക്കുന്ന തിരക്കിലായിരുന്നു. അവിടേക്ക് എത്തുന്ന നിധിയും ബാഗും പിടിച്ച് അവിടെ നിൽക്കുന്ന സുധീഷിനെ കണ്ട് ഈ ബാഗ് എവിടെയും വെച്ചില്ലേ, ഇങ്ങ് തായെന്ന് പറഞ്ഞ് അവന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ട് പോവുകയാ. ഫുഡുമായി അങ്ങോട്ടെത്തിയ സാന്ദ്രയും സുധീഷിനോടായി സുധീഷ് ഇരിക്ക് എന്ന് പറയുമ്പോഴേക്കും രാജീവും അരുണും അങ്ങോട്ടെത്തുന്നുണ്ട്. സുധീഷ് ഇരിക്കാതെ നിൽക്കുന്നത് കണ്ട് അന്യനെ പോലെ മാറി നിൽക്കാതെ വന്ന് കഴിക്ക് സുധീഷെ എന്ന് രാജീവ് പറയുമ്പോഴേക്കും സുധീഷും അവരുടെ കൂടെ ആ ഡൈനിങ് ടേബിളിലേക്ക് ഇരിക്കുക. ഹേമ നിധിയെ വിളിക്കുമ്പോഴേക്കും നിധിയും അങ്ങോട്ട് വന്നിരിക്കുന്നുണ്ട്. ഹേമ എല്ലാവർക്കും പ്ലേറ്റ് നിരത്തുമ്പോഴേക്കും രാജീവ് സുധീഷിനോടായി പറയുന്നുണ്ട് കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് വരുന്നതല്ലേ, ചെറുക്കന് സ്പെഷ്യലാ ഇല സദ്യ എന്ന് പറയുമ്പോഴേക്കും ഹേമയും അവനൊരു ഇല എടുത്തിട്ട് കൊടുക്കുന്നുണ്ട്. എന്നാൽ എനിക്കും ഇല മതിയെന്ന് നിധി പറയേ, നിനക്കേ നീ കഴിക്കുന്ന സ്ഥിരം പ്ലേറ്റ് തന്നെ മതി, നീ പോയതിനു ശേഷേ ആരും ഇത് എടുത്തിട്ടില്ല കഴിക്കെന്ന് പറഞ്ഞ് ആ പ്ലേറ്റ് അവളുടെ മുമ്പിലേക്ക് വെച്ചു കൊടുത്ത് ഹേമ അവളുടെ പ്ലേറ്റിലേക്ക് ചോറ് വിളമ്പിക്കൊണ്ട് സുധീഷിന്റെ ഇലയിലേക്കും ചോറ് വിളമ്പുകയാ. സുധീഷ് ചോറിൽ കറി ഒഴിക്കുന്നതും കാത്തിരിക്കെ ഹേമ നിധിക്ക് സന്തോഷത്തോടെ ഓരോ വിഭവങ്ങളായി വിളമ്പിക്കൊടുത്തുകൊണ്ടിരിക്കുക. അതിനിടെ രാജീവും പറയുന്നുണ്ട് നിധി നിനക്ക് ഇഷ്ടപ്പെട്ട കാളാഞ്ചി കറിയുണ്ട് അതെ എന്ന് ഹേമ പറയുമ്പോഴേക്കും ഹേമ സുധീഷിനും കൊടുക്കണേ എന്ന് രാജീവും. അതൊന്നും മൈൻഡ് ചെയ്യാതെ ഹേമ നിധിക്കായി വിളമ്പിക്കൊടുക്കുന്ന തിരക്കില്ല. സുധീഷിനും കൊടുക്ക് കഴിക്കട്ടെ എന്ന് രാജീവ് പറയുന്നുണ്ടെങ്കിലും ഹേമ അത് മൈൻഡ് ചെയ്യാതെ നിധിക്ക് തന്നെ വിളമ്പിക്കൊണ്ടിരിക്കുക.
സുധീഷ് അപ്പോഴും ചോറ് മാത്രമായിട്ടിരിക്കുക. രാജീവ് സുധീഷിനോടായി പറയുന്നുണ്ട്, കേട്ടോ സുധീഷേ, ഇവള് വരുന്നു എന്നറിഞ്ഞപ്പോ ഇവൾക്ക് ഇഷ്ടപ്പെട്ട മുഴുവൻ ഭക്ഷണവും ഹേമ ഉണ്ടാക്കി വെച്ചു എന്ന് പറഞ്ഞ് നിധിയോടായി, ഇഷ്ടായോ മോളെ, നിന്റെ അമ്മയുടെ കൈപുണ്യം അറിഞ്ഞിട്ട് നാളുകുറെ ആയില്ലേ എന്ന് ചോദിക്കാൻ നിധിയും അവിടെ സുഭാഷ് ഏട്ടന പാചകമൊക്കെ എന്തുണ്ടാക്കിയാലും നല്ല രുചിയായിരിക്കും, മീനും ചിക്കനുമൊക്കെ സൂപ്പറായിട്ടുണ്ടാക്കും, ഒരു സ്പെഷ്യൽ ഞണ്ടുകറിയുണ്ട്, വിരൽ കടിച്ചു പോവും എന്ന് പറയുമ്പോഴും സുധീഷും കറിയൊന്നും വിളമ്പാത്ത ആ ഇലിൽ നിന്നും ചോറ് വാരിയെടുത്ത് നോക്കുന്നുണ്ട്. അത് കാണാൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന അരുണും ഇടം കണ്ണിട്ട് അമ്മയെ നോക്കുകയാ. രാജീവ് അപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക, അല്ലെങ്കിലും ഈ ദിവസക്കൂലിക്കാരുടെ കയ്യിലേക്ക് ഇരിപ്പൊന്നും ഉണ്ടാവില്ലെങ്കിലും ചിക്കനും മീനിനുമൊന്നും ഒരു കുറവും ഉണ്ടാവില്ല, അന്ന് കിട്ടിയത് കൊണ്ട് അന്നത്തെ കാര്യം എന്ന് പറയേ നിധിയും സുധീഷും ആകെ വല്ലതാവുകയാ. അത് കാണേ രാജീവും, അല്ല ഞാൻ മോശമായിട്ടൊന്നും പറഞ്ഞതല്ല കേട്ടോ സുധീഷേ, ലൈഫ് എൻജോയ് ചെയ്യുന്നത് അവരാ, നമ്മള് ബിസിനസ്സുകാർക്ക് ഭക്ഷണത്തെക്കുറിച്ച് ആലോചിക്കാൻ തന്നെ നേരമില്ല എന്ന് പറഞ്ഞ്, അതെ ഹേമേ, മോൾക്കെ ഇതിരി ചിക്കൻ തോരൻ എടുത്തു കൊടുക്ക് എന്ന് പറയേ, അയ്യോ വേണ്ട വേണ്ട എന്ന് നിധി പറയുന്നുണ്ടെങ്കിലും വേണമെന്ന് പറഞ്ഞ് ഹേമ അവളുടെ പ്ലേറ്റിലേക്ക് ചിക്കൻ തോരൻ വിളമ്പിക്കൊണ്ടിരിക്കുക. അതിനിടയിൽ രാജീവും ഇത്തിരി സുധീഷിനും കൊടുക്കണം കേട്ടോ, കഴിക്കണേ എന്ന് പറയാ അവൻ ചിരിയോടെ തലയാട്ടുകയാ. എല്ലാരും സന്തോഷത്തോടെ കഴിക്കുമ്പോഴും സുധീഷിന്റെ ഇലയിൽ ചോറ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മനഃപൂർവ്വം അവന് കറിയൊന്നും വിളമ്പാതെ കഴിക്കുമോളെ കഴിക്കുന്ന ഹേമ നിധിയെ നിർബന്ധിക്കുമ്പോഴേക്കും കാര്യം മനസ്സിലാക്കിയ സുധീഷും പെട്ടെന്ന് എഴുന്നേറ്റ് ഓരോ കറികളും തന്റെ പ്ലേറ്റിലേക്ക് തനിയെ വിളമ്പുകയാ. അത് കണ്ട് അന്തം വിട്ട് നിൽക്കുകയാണ് ഹേമയും അരുണും സാന്ദ്രയുമെല്ലാം. നിധിയും സംശയത്തോടെ അവനെ നോക്കുമ്പോഴേക്കും അവനും അങ്ങോട്ടിരുന്ന് രാജീവിനൊന്ന് നോക്കിക്കൊണ്ട് കഴിക്കാൻ തുടങ്ങുകയാ. അവൻ സന്തോഷത്തോടെ കഴിക്കുന്നത് കാണാൻ നിധിയും സന്തോഷത്തോടെ ചിരിക്കുകയാ. സുധീഷൊന്നും മിണ്ടുന്നില്ലല്ലോ എന്ന് സാന്ദ്ര ചോദിക്കേ, ആസ്വദിച്ച് കഴിക്കുകയല്ലേ, അതുകൊണ്ടാവും അല്ലേ സുധീഷ് എന്ന് രാജീവും. അത് കേൾക്കെ രാജീവും ഒരു ചിരി വരുത്തിക്കൊണ്ട് രാജീവിനെ നോക്കിക്കൊണ്ട് കഴിച്ചോണ്ടിരിക്കുക. പിന്നീട് അവിടെ ലിവിംഗ് റൂമിൽ വെച്ച ജഗ്ഗിൽ നിന്ന് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക സുധീഷ്. അങ്ങോട്ട് നടന്നു വരുന്ന രാജീവിന്റെ സംസാരം അവൻ ശ്രദ്ധിക്കുന്നുണ്ട്. നാളെ വൈകിട്ടെങ്കിലും ലോഡ് അയക്കണം അരുണേ, എത്ര നാളായിട്ടുള്ള ബിസിനസ്സാ, ആ വിശ്വാസം ഇല്ലാതാവാൻ പാടില്ലെന്ന്, നാളെ തന്നെ അയക്കാൻ വെച്ച എന്ന് പറഞ്ഞുകൊണ്ട് അരുണും രാജീവും അങ്ങോട്ട് എത്തുമ്പോഴേക്കും സുധീഷ് അവിടെ നിന്ന് പോവാൻ തുടങ്ങുകയായിരുന്നു. അത് കാണുന്ന രാജീവും കൈ അടിച്ച് അവനെ വിളിച്ച്, ഹലോ മരുമോനെ, എവിടേക്കാ പോകുന്നേ, ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് വിളിക്കേ. അല്ല സാരമില്ല, നിങ്ങൾ സംസാരിച്ചോളൂ എന്ന് സുധീഷും. അങ്ങനെ അങ്ങ് പോയാലോ മരുമകനെ, വാ എന്ന് രാജീവ് വിളിക്കെ സുധീഷും അവരുടെ അടുത്തേക്ക് ചെല്ലുകയാ. വന്നു കയറിയപ്പോ മുതലേ പൂച്ചയെ പോലെ ഒതുങ്ങിയാണല്ലോ നടപ്പ്. കാറിൽ വെച്ച് നടത്തിയ വെല്ലുവിളിയുടെ ഉശിരും ചൂടുമൊക്കെ പോയോ? താങ്കൾ ഈ വീട്ടിലെ മരുമകനല്ലേ, താങ്കളെ വേണ്ട രീതിയിൽ പരിഗണിക്കേണ്ടതും ചെയ്യേണ്ട മര്യാദകൾ ചെയ്യേണ്ടതും ഞങ്ങളുടെ ഉത്തരവാദിത്തമല്ലേ, വായിരിക്കെ നമുക്ക് വല്ലതും മിണ്ടിയും പറഞ്ഞു ഇരിക്കാം എന്ന് രാജീവ് പറയുന്നത് കേൾക്കെ ദേഷ്യത്തോടെ അരുണും, ഏയ് അച്ഛൻ ഇത്രയും മര്യാദയോടെ പെരുമാറേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, അതും ഈ റാസ്കലിനോട് എന്ന് പറയേ. ഹാ അങ്ങനെ പറയില്ല അരുണേ, നിന്റെ അനിയത്തിയുടെ ഭർത്താവാ, അത് മറക്കരുത് എന്നോർമ്മിപ്പിക്കേ. ഈ ഭൂലോക ഫ്രോഡോ, ഈ ജന്മത്ത് ഞാൻ അങ്ങനെ കരുതില്ല, ഇവനെയാണോ നമ്മുടെ ഒപ്പം ഇരിക്കാൻ അച്ഛൻ പറഞ്ഞത്, ആരും അറിയാതെ ഇവനെ അങ്ങ് അവസാനിപ്പിക്കണം, അതോടെ എല്ലാ പ്രശ്നവും തീരും എന്ന് പറഞ്ഞ് അവന്റെ നേർക്ക് ചെല്ലുമ്പോഴേക്കും രാജീവും അവനെ തടഞ്ഞ്, അരുണേ അങ്ങനെയൊന്നും ആലോചിക്കില്ലേ എന്ന് പറയുകയാണ്. അത് കേൾക്കെ അരുണും ദേഷ്യത്തോടെ ഇവന്റെ ഒപ്പം ഇരുന്ന് ഊണ് കഴിച്ചത് ആലോചിക്കുമ്പോ എന്ന് പറഞ്ഞ് ദേഷ്യം കടിച്ചമർത്തേ സുധീഷിന്റെ മനസ്സിലേക്കും നിധിയെ സ്നേഹത്തോടെ കാറിൽ വെച്ച് ചേർത്ത് പിടിച്ച രാജീവിനെയാണ് ഓർമ്മ വരുന്നത്. ഇവൻ അതൊക്കെ പറയും, സുധീഷ് ഇരിക്കാൻ നോക്ക്, ഇരിക്കും മരുമകനെ ഇരിക്കുന്ന രാജീവ് വിളിക്കുന്നുണ്ടെങ്കിലും സുധീഷിന്റെ ആ നിൽപ്പ് കണ്ട്, എന്താടോ മരുമോനെ, മുഖമൊക്കെ വെളുത്ത് രക്തപ്രസാദമൊക്കെ പോയിട്ട് കടലാസു കണക്കെ ആയല്ലോ, എന്തേ എന്ന് ചോദിച്ച് അവന്റെ അരികിലേക്ക് ചെന്ന് ഹൃദയോടെ നോക്കിക്കൊണ്ട്, ഇനിയും 5-6 ദിവസം നീ താങ്ങോടാ ഞങ്ങളെ എന്ന് ചോദിച്ച് ചിരിയോടെ, ഇരിക്കെ നമുക്ക് ശാന്തമായി സംസാരിക്കാം വായെന്ന് വിളിച്ച് നടന്നു നീങ്ങി ചെയറിലേക്ക് ഇരിക്കാനായി പോകുമ്പോഴേക്കും അരുണും കൂടെ ചെല്ലുന്നുണ്ട്. അത് കാണേ സുധീഷും അങ്ങോട്ട് ചെന്ന് ആ ചെയറിലിരിക്കാൻ തുടങ്ങുമ്പോഴേക്കും രാജീവ് അവനെ വിളിച്ച് ഏയ് എന്ന് തടഞ്ഞുകൊണ്ട്, ഇവിടെയല്ല അവിടെ നിലത്ത് എന്ന് ചൂണ്ടിക്കാണിക്കുകയാ. സുധീഷ് അമ്പരപ്പോടെ നോക്കുമ്പോഴേക്കും തരത്തിലിരുന്ന് സംസാരിക്കാനായിട്ട് നീ ഞങ്ങളുടെ ഒപ്പം എത്തിയെന്ന് കരുതിയോ, ഇരിക്കടാ അവിടെ എന്ന് പറയുമ്പോഴേക്കും അരുണും പൊട്ടിച്ചിരിയോടെ, ഇപ്പൊ അച്ഛൻ പറഞ്ഞത് കറക്റ്റാ, മുമ്പ് ഇവിടെ ഡ്രൈവറായിട്ട് വന്നപ്പോ നീ ഇരിക്കാൻ പറഞ്ഞ സോഫയിൽ കയറി ഇരിക്കുമായിരുന്നോടാ, ഡൈനിങ് ടേബിളിൽ ഞങ്ങൾക്കൊപ്പം ഇരുന്ന് കഴിക്കുമായിരുന്നോ, ഇല്ലല്ലോ, പിന്നെ ഇപ്പൊ എന്താ നിനക്ക് ഇവിടെ ഇരിക്കണമെന്ന് തോന്നാൻ, അതിനുള്ള അധികാരമുണ്ടെന്ന് തോന്നിയോ, എടാ നിധിക്ക് വേറൊന്നും തോന്നാതിരിക്കാൻ വേണ്ടി മാത്രമാ നിന്നെ ഞങ്ങൾ ഡൈനിങ് ടേബിളിൽ ഇരുത്തിയത്, അതിനർത്ഥം നീയും ഞങ്ങളും ഒരേ തരക്കാരായി എന്നാണോ, ഇഡിയറ്റ്, ചെല്ലടാ ചെന്ന് നിലത്തിരിക്കെ, ഇരിക്കടാന്ന് അരുൺ ദേഷ്യത്തോടെ അലറുമ്പോഴേക്കും സുധീഷ് അവിടുന്ന് നടന്നു നീങ്ങുന്നത് കാണേ രാജീവ് വീണ്ടും വിരൽ ഞൊട്ടി വിളിച്ചുകൊണ്ട്, എവിടേക്കാ എന്ന് ചോദിക്കേ. ഞാനിവിടെ പുറത്തിരുന്നോളാമെന്ന് സുധീഷും എന്നോട് പറഞ്ഞത് അതല്ലല്ലോ, ഇങ് വന്നേന്ന് രാജീവ് വിളിക്കുമ്പോഴേക്കും സുധീഷ് അങ്ങോട്ട് നടന്നു ചെല്ലുമ്പോഴേക്കും രാജീവ് അരുണിനോടായി, അരുണേ നിന്റെ അളിയന് ദേഷ്യം വരുന്നുണ്ട്, ഒന്ന് സമാധാനിപ്പിക്കെന്ന് പറയുകയാണ്. അത് കേൾക്കെ അരുണും അങ്ങോട്ട് ചെന്ന് അവന്റെ തോളത്തടിച്ചു പിടിച്ചുകൊണ്ട്, അളിയാ ഇരിക്കളിയാ
ഇരിക്കളിയ എന്ന് പറഞ്ഞ് അവന്റെ തോളത്തമർത്തിക്കൊണ്ട് ഇരിക്കിടന്നും പറഞ്ഞ് അവനെ നിലത്തേക്ക് തള്ളി വീഴ്ത്തുകയാണ്. നിലത്ത് വീണ അവനും ദേഷ്യത്തോടെ എണീറ്റിരിക്കുമ്പോഴേക്കും എന്താടാ നിനക്ക് ദേഷ്യം വരുന്നുണ്ടോ എന്ന് അരുണിന്റെ ചോദ്യം കേൾക്കെ സുധീഷും ദേഷ്യം കടിച്ചമർത്തിക്കൊണ്ട് സുധീഷേ വേണ്ട എണീക്കോ, ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞ അവരതിന്റെ പേരിൽ വലിയ സീൻ ഉണ്ടാക്കും എന്ന് മനസ്സിൽ ചിന്തിക്കുമ്പോഴേക്കും രാജീവും ഇപ്പോഴും നീ കാറിൽ വെച്ച് പറഞ്ഞതേ തികട്ടി വരിക എന്തൊരു വാചകമായിരുന്നെന്നറിയോ എന്ന് അരുണിനോടായി പറയുമ്പോഴേക്കും അരുണും അത്ര വലിയ വായാട്ടായിരുന്നു എന്ന് ചോദിക്കുക. പിന്നല്ലാതെ എന്നെയോട് തുടുക്കുന്ന മട്ടിലായിരുന്നല്ലോ സംസാരം. ഇവൻ എന്നെ സ്നേഹം എന്താണെന്ന് പഠിപ്പിക്കായിരുന്നു. ഇത്രയും പ്രായം വരെ നമ്മൾ വളർത്തി വലുതാക്കിയവളോട് നമ്മൾ പെരുമാറേണ്ട രീതി എന്താണെന്ന് പറഞ്ഞു തരികയായിരുന്നു. പിന്നൊരു കാര്യം കൂടി പറഞ്ഞു കേൾക്കണ, നിധി കോടതിയിൽ പോയ പാതി സ്വത്ത് അവൾക്ക് അവകാശപ്പെട്ടത് നമ്മൾ കൊടുക്കണം പോലും. അങ്ങനെ വരുമ്പോ വീട്ടിലേക്ക് ഡ്രൈവറായി വന്ന ഇവൻ നമ്മുടെ സ്വത്തിന്റെ പാതി അവകാശിയായി മാറുമത്രേ എന്ന് രാജീവ് പറയുന്നത് കേൾക്കെ ദേഷ്യത്തോടെ ഈ വീട്ടിലെ ഡ്രൈവറായി വന്നിട്ട് നിനക്ക് പാതി സ്വത്തിന്റെ അവകാശം വേണമല്ലേ ഇനി ഞാനെന്ന് പറഞ്ഞ് അടിക്കാനൊങ്ങുമ്പോഴേക്കും രാജീവ് വീണ്ടും അവനെ തടഞ്ഞ് അരുണെ ഇപ്പൊ വേണ്ട എന്ന് പറയുക. ദേഷ്യം വരുന്നുണ്ടോടാ നിനക്കെന്ന് ചോദിച്ച് അരുൺ അവന്റെ അരികിലേക്ക് കുനിഞ്ഞിരുന്ന് എന്നാ അടിക്കടാ ധൈര്യമുണ്ടെങ്കിൽ അടിക്കടാന്ന് ഉച്ചത്തിൽ ആക്രോശിക്കുമ്പോഴേക്കും എല്ലാം കണ്ടുനിന്ന രാജീവും ഒരു പൊട്ടിച്ചിരിയോടെ മതിയടാ അരുണെ ചിരിച്ച് വയറ് വേദനിക്കുന്നു പറഞ്ഞ് കണ്ണുകൊണ്ട് ആംഗ്യം കാണിക്കുമ്പോഴേക്കും അങ്ങോട്ട് വരുന്ന നിധിയെ കാണേ അരുണും ഒരു പൊട്ടിച്ചിരിയോടെ അവന്റെ അടുത്തുനിന്ന് എഴുന്നേൽക്കുമ്പോഴേക്കും മതിയിട സുധീഷെ ഇനിയും ചിരിക്കാൻ വയ്യെന്ന് ചിരിയോടെ രാജീവ് പറയുകയും അവർ രണ്ടുപേരും പൊട്ടിച്ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും അങ്ങോട്ടെത്തുന്ന നിധിയും എന്താ ഇവിടെ നടക്കുന്നേ, നിങ്ങളെന്താ താഴെ ഇരിക്കുന്നേ എന്ന് സുധീഷിനോടായി ചോദിക്കുക. ചിരി നിർത്താൻ കഴിയാത്ത മട്ടിൽ ആക്ടിങ് എന്ന് രാജീവ് പറയേ. ആക്ടിങ്ങോ എന്ന് നിധിയും പണ്ട് കോളേജിൽ പഠിക്കുമ്പോൾ സുധീഷ് ഒരു നാടകം കളിക്കാൻ പോയത്. നാടകത്തിന്റെ പേര് ഓശാരത്തിനൊരു സൽക്കാരം. കാശുള്ളവരുടെ വീട്ടിൽ ഒരു ദരിദ്രവാസി പറ്റിക്കാൻ കയറുന്ന ഒരു കഥ അഭിനയിച്ചു തകർക്കായിരുന്നു എന്ന് പറഞ്ഞ് രാജീവും അരുണും കൂടി ചിരിക്കുമ്പോഴേക്കും അതെയോ സുധീഷ് അഭിനയിക്കോ എന്ന് നിധിയും. അവൻ ചിരിയോടെ അത് സമ്മതിക്കുമ്പോഴേക്കും അഭിനയിക്കുമെന്നോ എന്ന് ചോദിച്ച് അവന്റെ തോളത്തൊരടി കൊടുത്തുകൊണ്ട് അസലായി നല്ല ഉഗ്രൻ ആക്ടർ അല്ലേ ഇവൻ എന്ന് അരുണും ചിരിയോടുകൂടി പറയുക. രാജീവും സുധീഷിനോടായി മതി സുധീഷേ ഇനിയും ചിരിക്കാൻ വയ്യ എണീക്കെന്ന് പറയുമ്പോഴേക്കും അരുൺ അവനെ പിടിച്ചെഴുന്നേൽപ്പിക്കുകയാണ്. രാജീവ് അപ്പോഴേക്കും ചിരിയോടെ നിധിയുടെ അരികിലേക്ക് ചെന്ന് കേട്ടോ മോളെ ഒരേ സമയത്ത് തന്നെ രണ്ടാളായി പെർഫോം ചെയ്യാനേ ഒരു അസാധ്യ കഴിവാണ് അല്ലേടാന്ന് ചോദിച്ച് അവന്റെ പുറകിലൊരു അടി വെച്ച് കൊടുക്കുകയാ. ഇരിക്കും മോളെ സുധീഷ് വീട്ടിലും ഇങ്ങനെയാണോ, എന്തു പറഞ്ഞാലും അതുമായി ബന്ധപ്പെട്ടൊരു കഥയുണ്ടാവും പറയാൻ എന്ന് രാജീവ് ചോദിക്കും. അതെ ഇത്തിരി ഹ്യൂമർ സെൻസ് കൂടുതലായെന്ന് നിധിയും. അതാണെന്ന് പറഞ്ഞ് രാജീവ് വീണ്ടും ചിരിയോടെ അവന്റെ പുറത്തൊരടി വെച്ച് കൊടുക്കുന്നത് കാണേ സന്തോഷത്തോടെ നോക്കി നിൽക്കുന്ന നിധിയെ കാണിക്കുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. നല്ല നേരം നോക്കി അച്ഛനോട് സത്യം പറഞ്ഞ് അവിടെ തന്നെ താമസിക്കാനായി സാന്ദ്ര നിധിയെ നിർബന്ധിക്കുന്നതും സുധീഷ് ഹരീഷിനെ വിളിച്ച് നിധി അടുത്തുള്ളപ്പോ എല്ലാവരും ഭയങ്കര സ്നേഹം അഭിനയിക്കുന്നുണ്ടെന്നും ഇല്ലാത്തപ്പോ ഒരുമാതിരി ആകിയ സംസാരവും നിർത്തി അപമാനിക്കലാണെന്നും ഒക്കെ വിളിച്ചു പറയുന്നതുമെല്ലാമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.